അവർക്കറിയാം അവിടെ ടാലൻറ്റുകളുണ്ട്, ടാലൻറ്റ് ഫാക്ടറിയാണ് ബ്രസീലാണെങ്കിലും അർജൻറ്റീനയൊക്കെ ആണെങ്കിലും. പക്ഷേ അങ്ങനെയാകുമ്പോഴും ഈ ചോദ്യമുണ്ട്, എന്താണ് ബ്രസീലിയൻ നാഷണൽ ടീമിന് സംഭവിക്കുന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അടുത്ത സീസണിലെ എൽ ക്ലാസിക്കോയെ കുറിച്ച് പറയാൻ ശ്രമിച്ചാൽ റയൽ മാഡ്രിഡാണ് നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല, നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അവരൊരു ചാമ്പ്യൻസ് ലീഗ് അടിച്ചു കളയുക. ആഞ്ചലോട്ടി ഫ്ലിക് പോർ അവസാനിക്കുന്നതിന് സാബി ഫ്ലിക് പോരിലേക്ക് നമ്മൾ പോകുന്നു. ഒരു റയൽ മാഡ്രിഡ് ഫാൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്നാൽ പോലും 90 മിനിറ്റ് നീണ്ടു നിൽക്കുന്നൊരു ഫുട്ബോൾ മത്സരം കളി അവസാനിക്കുന്നതുവരെ ഇമയടക്കാതെ കണ്ടു നിൽക്കുക. കളിക്ക് ശേഷം കളിയിലെ ഓരോ മൊമെൻറ്റുകളെയും ഇടകീർ പരിശോധിക്കുക. ഫുട്ബോളിനെ വളരെ ഗൗരവത്തിൽ സമീപിക്കുന്ന മനുഷ്യർ നമുക്കിടയിൽ എമ്പാടുമുണ്ട്. സമീപകാലത്ത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ വളരെ സുപരിചിതമായൊരു പേരാണ് ഫീഡ് ഫുട്ബോൾ. പിന്നെ ഇത്രമേൽ ഇൻഡപ്തിൽ ഫുട്ബോളിനെ വിശകലനം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഷംഷീർ, സ്വാഗതം സ്പോർട്സ് റിപ്പോർട്ടറിലേക്ക്. താങ്ക് യു. റയൽ മാഡ്രിഡ് PSG മത്സരത്തിന് ശേഷം ഷംഷീർ ഇറക്കിയ വീഡിയോൻ്റെ താഴെ പിന്നെ ഒരാളൊരു കമൻ്റ് ഇട്ടിരുന്നു. പിന്നെ ഷംഷീറിനെ ഒന്ന് പരിചയപ്പെടുത്തു. ഫീഡ് ഫുട്ബോൾ എന്ന പേരിലാണ് പലർക്കും താങ്കൾ അറിയുന്നത്. താങ്കളുടെ പേര് പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ്. താങ്കളൊന്ന് അതെ ശരിയാ, പേരങ്ങനെ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അറിയില്ല. ഷംഷീർ എന്നാണ് പേര്. ഞാൻ സത്യം പറയാനൊരു ടെക്കിയാണ്. IT ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഗൾഫ് ന്യൂസ് എന്ന് പറയുന്ന ഒരു പത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെറിയതായിട്ട് അവിടെ എഴുതുന്നൊരു പരിപാടിയുണ്ട്. പിന്നെ ടെക് ഫീൽഡാണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതാണ്. പിന്നെ ഞാനൊരു വീഡിയോ ചെയ്യും അടുത്ത് തന്നെ, ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. ഫീഡ് ഫുട്ബോൾ എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയത് എപ്പോഴാണ്? ഇത് കൊറോണ സമയത്താണ് സത്യം പറഞ്ഞാൽ. പലരും ഈ യൂട്യൂബ് ചാനലുകൾ തുടങ്ങുന്ന എനിക്ക് ഓർമ്മയുണ്ട് 2020 പിന്നെ ഒരു ഡെർബിയെ കുറിച്ച് ചെയ്തൊരു വീഡിയോ, ഗാരനവെല്ലിൻ്റെ. അതായിരുന്നു ഫസ്റ്റ് വീഡിയോ. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു കൂട്ടത്തിൽ തന്നെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ചിന്ത കുറേ നാളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഈ ചെൽസി ഫാൻസ് കേരള എന്ന് പറയുന്നൊരു ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, ഇപ്പോഴുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഒരു ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ഞാനും അതിൻ്റെ ഭാഗമാണ്. കാരണം ഞാനൊരു ചെൽസി ഫാനാണ്. അപ്പോൾ അത് ഈ ഡേറ്റ റെവല്യൂഷനും കാര്യങ്ങളൊക്കെ നാട്ടിൽ നടക്കുന്നതിന് മുമ്പ് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അന്ന് അതിന് വലിയ തോതിലുള്ള ഒരു പ്രീതി കിട്ടിയില്ല ആളുകൾക്കിടയിൽ. പക്ഷേ പിന്നീട് ഈ കൊറോണ സമയത്ത് മെല്ലെ തുടങ്ങി, ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ മെല്ലെ ഒരു പോക്കായിരുന്നു. പിന്നെ സമകാലിക വിഷയങ്ങളിലേക്ക് വന്നു, മാച്ച് റിവ്യൂസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി. അതിനുശേഷമാണ് പിന്നെ ആളുകൾ മെല്ലെ ഇതിലേക്കും അങ്ങോട്ട് അടുത്ത് വരുന്നത്. പക്ഷേ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നത്തെ ഈ കാലത്ത് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ റീൽസുകളും ഷോർട്സുകളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വീഡിയോകളിലാണ് ആളുകൾക്ക് കൂടുതൽ താല്പര്യമുള്ളത്. അത് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം വളരെ ക്രിസ്പായിട്ട് കാര്യങ്ങൾ കിട്ടാനാണ് ആൾക്കാർ താല്പര്യമുള്ളത്. പക്ഷേ ഞാൻ റീൽസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനെങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. പല വീഡിയോകൾക്കും അരമണിക്കൂറിൻ്റെ ദൈർഘ്യം, അതിൽ തന്നെ പലതും 2 കട്ടാക്കിയിട്ടൊക്കെ ഇടുന്നുണ്ട് ഒറ്റ മത്സരത്തിൻ്റെ ഒക്കെ സത്യം അനലിസുകൾ. അതെ, ചിലർ ചോദിക്കും ഇത് എന്തിനാ, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. ഇത് പക്ഷെ അങ്ങനെ ഫുട്ബോളിന് ഇൻഡപ്തിൽ പിന്നെ വാച്ച് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട് എന്നുള്ളതാണ് ഫീഡ് ഫുട്ബോളിൻ്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത് തന്നെയാണ്. കാരണം എന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനെങ്കിലും ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഫീഡ് ഫുട്ബോൾ ആളുകൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. എത്രത്തോളം ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ല. പക്ഷേ എന്നാൽ പോലും കുറച്ച് ആളുകൾ കാണുന്നുണ്ട്. അത് തന്നെ വലിയ സന്തോഷമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു 90 മിനിറ്റ് മാച്ചിനെ 2 വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ദൈർഘ്യം കൂടുന്നൊരു സംഭവമാണ്. പക്ഷെ അതും ഇരുന്ന് കാണാൻ ആളുകളുണ്ട്. അതിന് പിന്നെന്താ പറയുക, വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ഗൗരവത്തിൽ ഫുട്ബോളിനെ സമീപിക്കുന്ന മനുഷ്യരുണ്ട്, ആളുകളുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു പന്തളി പ്രേമം എന്ന് പറയുന്ന സാധനം, അതൊരു ആ മൊഹബത്ത്, ആ ഒരു സാധനം ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് ഫീഡ് ഫുട്ബോൾ ഇപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഒരു വലിയ ടൂർണമെൻറ്റ് കൊടിയിറങ്ങിയതിൻ്റെ ആവേശത്തിലാണ് ഫുട്ബോൾ ലോകം ഉള്ളത്. ക്ലബ് ലോകകപ്പ് ഇത് തുടങ്ങുന്നതിന് മുമ്പ് യൂറോപ്പിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്ന ഒരു ടൂർണമെൻറ്റ്, പഴയ മോഡിൽ നിന്ന് മാറി പുതിയൊരു ഫോർമാറ്റിൽ ഫിഫ അവതരിപ്പിച്ചത്. അതിൻ്റെ ആകർഷണീയത കൂട്ടാൻ വേണ്ടിയിട്ട് അവർ അതിൻ്റെ പ്രതിഫലം കൂട്ടുന്നു എന്നടക്കം, പിന്നെ സമ്മാനത്തുക കൂട്ടുന്നു എന്നടക്കമുള്ള ഇത്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ക്ലബ് ലോകകപ്പിനെ കണ്ടിരുന്നത് പിന്നെ യൂറോപ്പിലെ ടീമുകളുടെ കയ്യിൽ കിരീടം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൂർണമെൻറ്റ്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് പോകുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ അരങ്ങൊടിഞ്ഞ ക്ലബ് ലോകകപ്പ് ബാക്കി വെക്കുന്ന കുറേ പിന്നെ സംഗതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ലാറ്റിൻ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഫുട്ബോൾ ഹെറിറ്റേജ്, പിന്നെ അവിടെ നടത്തിയിട്ടുള്ളൊരു അനിഷേധ്യമായ ഒരു കുതിപ്പ്, എങ്ങനെ അതിനെ വിലയിരുത്താൻ സാധിക്കും?
ആദ്യം തന്നെ വിമർശനങ്ങളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ പിന്നെ പ്ലേയേഴ്സിന് ഇഞ്ചുറി പറ്റുന്നു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമായിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു സീസൺ. ഇപ്പം ചാമ്പ്യൻസ് ലീഗ് തന്നെ പിന്നെ ദൈർഘ്യം കൂട്ടിയിട്ടുണ്ട്, മാച്ചസിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്ലേയേഴ്സൊന്നും റോബോട്ടുകളല്ല എന്നുള്ള ഒരു മനസ്സിലാക്കൽ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. ശരിയാണ്. പക്ഷേ അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴും ഒരു പക്ഷേ ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിൻ്റെ നടത്തിപ്പിനെ കുറിച്ച് വേണമെങ്കിൽ ഏത് സമയം നടത്തണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം, ചിന്തിക്കാം, അതിനെക്കുറിച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. പക്ഷേ ആ ഒരു ഐഡിയ നല്ലതായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം വെച്ചാൽ ഈ പറഞ്ഞ പോലെ യൂറോപ്പിൽ മാത്രമേ ഫുട്ബോൾ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ പല ആളുകൾക്കുണ്ട്. ഫുട്ബോളിൻ്റെ അവസാനമാക്ക് യൂറോപ്പാണ് എന്നൊരു തോന്നലും അത് അടിവരായിട്ട് പറയുന്ന തരത്തിലൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അതങ്ങനെയല്ല. ശരിയാണ്. ഇപ്പോൾ ഫീഡ് ഫുട്ബോൾ എന്ന് പറഞ്ഞ ചാനലും ബഹുഭൂരിപക്ഷം ആളുകളൊക്കെ കാണുന്നതും സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഒക്കെ യൂറോപ്യൻ ഫുട്ബോളും പ്രീമിയർ ലീഗും ലാ ലീഗയും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. അത് ഒരുപക്ഷെ ഈ ടെലികാസ്റ്റും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളതുകൊണ്ടും നമ്മുടെ പിന്നെ വീട്ടിലേക്ക് ആ ഒരു ഗെയിം എത്തുന്നതുകൊണ്ടെന്നായിരിക്കാം. പക്ഷേ എന്നാൽ പോലും നമ്മുടെയൊക്കെ ഒരു ഉള്ളിലുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബോധ്യമുണ്ട് യൂറോപ്പിന് പുറത്തും ഫുട്ബോൾ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ തരത്തിലിപ്പോൾ ഈ ക്ലബ് വേൾഡ് കപ്പിലൂടെ ഈ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ ആ ഒരു എത്രത്തോളം അതിൻ്റെ ആ ഒരു പ്രണയം അവർക്ക് ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഭ്രമം. കാരണം വെച്ചാൽ ഈ ക്ലബ് വേൾഡ് കപ്പ് തന്നെ കളറാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ രീതിയിൽ വലിയ രീതിയിൽ ഒരു ഉത്സവമാക്കിയത് ലാറ്റിൻ അമേരിക്കൻ ക്ലബ്ബുകളാണ്. അതായത് അവരുടെ ആരാധകരാണ്. അവർ ഓരോ കളിക്കും ഇപ്പോൾ അവരൊക്കെ എത്ര ദൂരം യാത്ര ചെയ്തിട്ടാണ് വരുന്നത്. ശരിയാണ്, സൗത്ത് അമേരിക്കയിൽ നിന്ന് കുറച്ചുകൂടെ ക്ലോസറാണ് അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവർക്ക് യാത്ര ചെയ്യണം, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം വെച്ചാൽ അമേരിക്കയിലേക്ക് അത്ര എളുപ്പത്തിൽ വിസയൊന്നും കിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. പക്ഷേ ഇത് ഫുട്ബോൾ ആയതുകൊണ്ട് വേറെ രീതിയിൽ ചിലപ്പോൾ ആ രീതിയിലുള്ള അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ സ്റ്റിൽ അതിൻ്റെ ലോജിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാലും പൈസേൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും പക്ഷേ അവർക്ക് ആ ടീമിനോടുള്ള ഭ്രമം, ആ ഒരു വേൾഡ് കപ്പ് എങ്ങനെയാണ് അവർ കാണുന്നത് ആ രീതിയിൽ തന്നെയാണ് ഈ ക്ലബ് വേൾഡ് കപ്പിനെ അവർ കണ്ടത്. ആ രീതിയിൽ തന്നെയാണ് അവരുടെ ചർച്ചകളും കാര്യങ്ങളും നടന്നത്. ഇപ്പോൾ 6 ടീമുകളാണ് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ക്ലബ് ലോപ്പിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 അർജന്റീൻ ടീമുകൾ പിന്നെ പുറത്തായി. ബാക്കി 4 ബ്രസീലിയൻ ടീമുകൾ നോക്കൗട്ടിലേക്ക് ടിക്കറ്റ് എടുക്കുന്നു. അതിൽ ഫ്ലുമിനൻസ് സെമി വരെ എത്തുന്നു എന്നുള്ളത് പിന്നെ ഒരർത്ഥത്തിൽ യൂറോപ്പിനെ മാത്രം കണ്ട് ശീലിച്ച് മനസ്സിലാക്കുന്ന ഒരു അവിശ്വസനീയ കാഴ്ചയായിരിക്കാം. പിന്നെ അതിൽ യൂറോപ്യൻ ജയൻസ് പലതിനെയും അട്ടിമറിച്ചുകൊണ്ടാണ് അവർ കടന്നു വരുന്നത്. പല അട്ടിമറികളും നമ്മൾ ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ കണ്ടിട്ടുണ്ട്. പോർട്ടോ മുതൽ അത്ലറ്റിക്കോ മാഡ്രിഡ് മുതൽ ഇന്റർ മിലാൻ. പിന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് 2 തവണ ചാമ്പ്യൻസ് ലീഗ് റണ്ണറപ്പ് ആയ ടീമാണ്. അവർക്ക് പിന്നെ നോക്കൗട്ടിലേക്ക് ടിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് 4 ബ്രസീലിയൻ ടീമുകൾ ടിക്കറ്റ് എടുക്കുന്നത് എന്നുള്ളതാണ്. യൂറോപ്പ് പല കാരണങ്ങളും ചിലതൊക്കെ പറയുന്നത്, അവിടുത്തെ ഹ്യൂമിഡിറ്റി, ചൂട്, അങ്ങനെ പല കാരണങ്ങളടക്കം പല കാരണങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അവർ സീസണിൻ്റെ നടുവിലാണ് ഉള്ളത് എന്നടക്കമുള്ള പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാരണങ്ങൾ നിരത്തുമ്പോഴും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ അനിഷേധ്യമായ ഒന്നാണ്. അങ്ങനെ നിഷേധിച്ച് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നുമല്ല. ആ ഭൂഖണ്ഡത്തിലും ഫുട്ബോൾ ഉണ്ട് എന്നൊരു ചർച്ച പിന്നെ ഫുട്ബോൾ ലോകത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെങ്ങനെ അതിപ്പോൾ ഈ ക്ലബ് വേൾഡ് കപ്പ് തന്നെ അതിൻ്റെ ഒരു ഉത്തരമല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ ഫ്ലുമിനൻസിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഫ്ലുമിനൻസ് സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു നിലവിലത്തെ ഫോം നോക്കി കഴിഞ്ഞാൽ അത്ര വലിയ ശക്തികളല്ല. കഴിഞ്ഞ സീസണിൽ ഈ തിയാഗോ സിൽവയൊക്കെ വരുന്ന സമയത്ത് അവർ റെലഗേഷൻ സോണിൻ്റെ അടുത്തായിരുന്നു. പിന്നെ അവരെങ്ങനെയോ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയതാണ്. ശരി, മിഡ് ടേബിളിൽ ഫിനിഷ് ചെയ്തു. പക്ഷെ അവരത്ര ശക്തരായ സൈഡായിരുന്നില്ല ഈ ടൂർണമെന്റിലേക്ക് വരുമ്പോൾ. പിന്നെ ഈവൻ ബ്രസീലിയൻ ആരാധകർക്കും വലിയ പ്രതീക്ഷയൊന്നും ഫ്ലുമിനൻസിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതാണ് ആ രീതിയിലുള്ള അട്ടിമറികൾ നടത്താനൊക്കെ പോകുന്ന തരത്തിലുള്ള ആ ഒരു വീറും വാശിയും കാര്യങ്ങളൊക്കെ. അതേസമയം കോപ്പ ലിബർട്ടഡോസ് കിരീടം അണിഞ്ഞ ബൊട്ടഫോഗോ ഒക്കെ പുറത്താവുന്നുണ്ട്. പക്ഷെ അവർക്ക് PSG പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു, ആ രീതിയിൽ ഞെട്ടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ഞെട്ടലായിട്ട് നമുക്ക് തോന്നുന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഞെട്ടലല്ല. ശരിയാണ്, ഫൈനാൻഷ്യൽ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ ക്ലബ്ബുകളൊക്കെ ബഹുദൂരം പിന്നിലാണ് യൂറോപ്പുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ ഫുട്ബോളിനോടുള്ള ഒരു പാഷൻ ഉണ്ടല്ലോ. മാത്രമല്ല നമുക്കറിയാം ഏറ്റവും കൂടുതൽ ലോകകപ്പ് അടിച്ചിട്ടുള്ള രാജ്യങ്ങൾ ആരാണ്, എവിടെ നിന്നുള്ളതാണ് നോക്കിക്കഴിഞ്ഞാൽ അത് യൂറോപ്പിൽ നിന്നല്ല. ശരിയാണ്, ഇത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അവകാശപ്പെടാൻ പറ്റുന്ന തരത്തിൽ ഒരുപാട് മോഡേൺ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കോച്ചിങ് ഫെസിലിറ്റീസും ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ വലിയ തോതിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആ രീതിയിൽ പൈസയും സംഭവങ്ങളൊക്കെ ഉണ്ട് യൂറോപ്പിന്. പക്ഷേ എന്നിട്ടും ഈ രീതിയിൽ വേൾഡ് കപ്പിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഈവൻ യൂറോപ്പിൽ ഒബ്വിയസ്ലി അതുണ്ട്, നമ്മുടെ നാട്ടിലും ചില ആരാധകർക്കിടയിൽ അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവർക്ക് ഏത് രീതിയിലുള്ള ഫുട്ബോളാണ് കാണുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ് കംപ്ലീറ്റ്ലി. പക്ഷേ എന്നാൽ പോലും ചിലർക്ക് ഈ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനോട് എന്തോ ഒരു ഇതുണ്ട്, അത് അത്ര കോമ്പറ്റിറ്റീവ് അല്ല എന്നുള്ള തരത്തിലുള്ളൊരു തോന്നലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോപ്പ അമേരിക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വർഷത്തെ ചരിത്രം പറയാനുള്ള
ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം പറയാനുള്ള ഒരു കോമ്പറ്റീഷനാണ്. ഓൾഡസ്റ്റ് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലൊരു കോമ്പറ്റീഷനാണ് കോപ്പ അമേരിക്ക. 1916 എങ്ങനെയാണ് അത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്രയും ചരിത്രം പറയാനുള്ള ഒരു കോമ്പറ്റീഷന് നമുക്ക് എങ്ങനെയാണ് ഇകഴ്ത്തി സംസാരിക്കാൻ പറ്റുക? ശരിയാണ്, അവിടെ അത്രയും രാജ്യങ്ങളുള്ളൂ. കോൺമബോൽ അവിടെയുള്ള രാജ്യങ്ങൾ വെച്ചിട്ടല്ലേ കളിക്കാൻ പറ്റുള്ളൂ. അവർ ശരിയാണ്. എന്നിട്ട് പിന്നെ ഏഷ്യയിൽ നിന്നും ഇടയ്ക്ക് അമേരിക്കയിൽ നിന്നുള്ളൊക്കെ രാജ്യങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടൊക്കെയാണ് കോപ്പ അമേരിക്ക നടത്തുന്നത്. അത് പിന്നെ അതിൻ്റെ മാറ്റി കൂട്ടാനൊക്കെയാണ് ശ്രമിക്കുന്നത്. പക്ഷേ അവർക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് കോപ്പ അമേരിക്ക എന്നുള്ളത് നമുക്ക് ലിയോണൽ മെസ്സി ആ ഒരു കോപ്പ അമേരിക്ക കിരീടം ഉയർത്തിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയതല്ലേ. എത്ര വലിയ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ആ ഒരു ടൂർണമെൻറ്റിനെ കാണുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ വീക്ഷിക്കുമ്പോൾ കോപ്പ അമേരിക്കയ്ക്കുള്ള പ്രാധാന്യം വേൾഡ് കപ്പിന് മുമ്പേ കോപ്പ അമേരിക്ക തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഈ ക്ലബ് ഫുട്ബോളിൽ ഇപ്പോൾ ഈ ക്ലബ് വേൾഡ് കപ്പിൽ തന്നെ ഇപ്പോൾ ക്ലബ് വേൾഡ് കപ്പിൽ വരുന്ന മറ്റൊരു വിമർശനം എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ ക്ലബ്ബുകൾ അവരുടെ ആ ഒരു വലിയ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സീസൺ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതിന് മുമ്പ് ഈ ക്ലബ് വേൾഡ് കപ്പ് നടത്തുമ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ സ്ഥിതി എന്നറിയാം? അതന്നെ, ഈ യൂറോപ്യൻ ടീമുകൾ ഡയറക്റ്റ് ക്വാർട്ടറിലേക്ക് സെമിയിലേക്ക് അങ്ങനെ മാത്രമല്ല അവർ മിഡ് സീസണിലാണ് അത് കളിക്കുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് ആ സമയത്ത് ബ്രസീലിയൻ ലീഗുകൾ അവസാനിക്കുന്ന സിനാരിയോ ആണ്. അപ്പോഴാണ് അവർ ആ ക്ലബ് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നത്. യൂറോപ്പിനെതിരെ എന്തെങ്കിലും വരുന്ന സമയത്ത് മാത്രമാണ് ചർച്ചയിൽ വരിക, മാത്രമേ അത് ചർച്ചയിൽ വരുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ക്ലബ് വേൾഡ് കപ്പിലുള്ള ഈ ഒരു ബ്രസീലിയൻ ക്ലബ്ബുകളുടെയും ലാറ്റിൻ അമേരിക്കൻ ക്ലബ്ബുകളുടെയും ശരിയാണ്, ഇപ്പോൾ റിവർ പ്ലേറ്റും ബൊക്കയൊക്കെ ഗ്രൂപ്പിൽ തന്നെ പുറത്തായി. കാരണം അവർക്ക് ആ രീതിയിൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ഇല്ല യൂറോപ്പുമായിട്ട്. ബ്രസീലിയൻ ക്ലബിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഫ്ലുമിനൻസിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, അവരുടെ ആ ഒരു സെമി ഫൈനൽ മത്സരത്തിൽ തന്നെ അവരുടെ റെക്കോർഡ് സൈനിങ് ഒരു 6 മില്യൺ യൂറോസിൻ്റെ പ്ലെയറാണ്. റെക്കോർഡ് സൈനിങ് ആ സ്ക്വാഡിലുള്ള കാര്യമാണ് പറഞ്ഞത്. നേരത്തെ ചിലപ്പോൾ അതിലും കൂടുതൽ പൈസ കൊടുത്ത് ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടാവണം. പക്ഷെ നിലവിലത്തെ സ്ക്വാഡിൽ 6 മില്യൺ കൊടുത്തിട്ടുള്ള കനോബിയ എന്ന് പറയുന്ന പ്ലെയറാണ്. നേരെ മറിച്ച് ബാക്കിയുള്ള യൂറോപ്യൻ ക്ലബ്ബുകളുടെ ഓരോരുത്തരുടെയും സാലറി പോലും അതിലും കൂടുതലാണെന്നുള്ള കാര്യം ഓർക്കേണ്ടി തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ വെച്ചിട്ട് അവർ കോമ്പീറ്റ് ചെയ്ത് സെമി ഫൈനലിൽ എത്തി എന്ന് പറയുന്നത് തന്നെ അതൊരു സംഭവം തന്നെയാണ്. അവർ ഈ രീതിയിൽ ജയൻറ്റുകളെ വീഴ്ത്തി എന്ന് പറഞ്ഞാൽ അത് കൊട്ടിഘോഷിക്കേണ്ട തരത്തിലുള്ള സംഭവം തന്നെയാണ്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ ടോർച്ച് ബെയറായിട്ട് ഒരു ക്ലബ്ബായിട്ട് ഫ്ലുമിനൻസിൽ നിൽക്കാൻ സാധിച്ചു. പക്ഷേ അവരല്ല അവിടുത്തെ കറണ്ട് ഫോമിൽ ബെസ്റ്റ് ക്ലബ്ബ് എന്നും കൂടി കൺസിഡർ ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾ മനസ്സിലാക്കി. ഇത് പറയുന്ന സമയത്ത് തന്നെ ഈ അർജന്റീൻ ടീമുകളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ കോപ്പ ലിബർട്ടഡോറസ് എന്ന് പറയുന്ന ഒരു വൻകരപ്പോര് ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പിന്നെ യൂറോപ്പിനെ മാത്രം പിന്തുടർന്നു പോകുന്ന മനുഷ്യർക്ക് അറിയാത്തൊരു സംഗതിയാണ്. അതിൽ ബ്രസീലിയൻ ക്ലബ്ബുകളുടെ ഒരു അപ്രമാദിത്വം കഴിഞ്ഞ ഒരു 6 വർഷത്തിനിടയിൽ നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ 6 വർഷം അവരാണ് ചാമ്പ്യന്മാർ. അതിൽ ഏറ്റവും അവസാനം ബൊട്ടഫോഗയാണ് കിരീടം അടിക്കുന്നത് എന്നൊരു സാധനം. ബ്രസീലിയൻ ദേശീയ ടീമിനെ എടുക്കുന്ന സമയത്ത് പിന്നെ അവരവരുടെ ലോകകപ്പ് ക്വാളിഫയറുകളുടെ ചരിത്രത്തിലെ ഏറ്റവും ഒരു മോശം ക്യാമ്പയിനിലൂടെ സഞ്ചരിക്കുന്നു. ഇതൊക്കെ പറയുന്ന സമയത്തും ക്ലബ് ലോകകപ്പ് എടുക്കുന്ന സമയത്ത് ക്ലബ് ലോകകപ്പിൽ മൊത്തം കളിച്ച കളിക്കാരുടെ മൊത്തം എണ്ണം പരിശോധിച്ച് കഴിഞ്ഞാൽ 70 പേർ യൂറോപ്യൻ ടീമുകളിൽ നിന്ന് പോലല്ല 70 പേർ യൂറോപ്യൻ ടീമുകളിൽ അടക്കം കളിക്കുന്ന മൊത്തം കളിക്കാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ 70 കളിക്കാർ ബ്രസീലിൽ നിന്നാണ് എന്നാലോചിക്കണം. അതുപോലെ തന്നെ ബ്രസീലിൽ നിന്ന് വന്ന ടീമുകളും ഒരു അവിശ്വസനീയമായി കുതിപ്പടർന്നു. നേരത്തെ ശംഷീർ ഭായി പറഞ്ഞു ലാറ്റിൻ അമേരിക്കൻ ടീമുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അധികം നടക്കുന്നില്ല എന്ന്. പക്ഷേ അതേസമയം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്ന രീതിയിലും നമ്മൾ അവിടെ നിന്ന് വാർത്തകൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ക്രിസ്റ്റൽ പാലസിൻ്റെ ഉടമ ജോൺ ടെക്സ്റ്റർ, അദ്ദേഹമാണ് ബൊട്ടഫോഗോയുടെ ഓണർ എന്നാലോചിക്കണം. അതുപോലെ തന്നെ റെഡ് ബുള്ള് അവരുടെ ഓണർഷിപ്പുള്ള ബ്രാഗൻഡിനോ എന്ന് പറയുന്നൊരു ക്ലബ്ബുണ്ട് അവിടെ. അങ്ങനെ അവിടെ ഫുട്ബോളിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കുന്നുണ്ട് എന്നൊരു സാധനം. ഈ പാമറാസിൻ്റെ കൂടെയുള്ള കളിക്ക് മുമ്പ് ഇന്റർ മിലാൻ പരിശീലകൻ മഷറാനോ പറയുന്നുണ്ട്, പാമറാസ് ടീമിലേക്ക് നിങ്ങൾ നോക്കൂ, ഓരോ പൊസിഷനിലും അവർക്ക് 2 കളിക്കാരെ വീതം റീപ്ലേസ് ചെയ്യാൻ പോലുമുള്ള ആളുകൾ അവരുടെ സൈഡ് ബെഞ്ചിലുണ്ട് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. മഷറാനോയാണ് അത് പറയുന്നത് എന്ന് ആലോചിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ വളരുന്നുണ്ട്. ഒരർത്ഥത്തിൽ അവർ അവരുടെ ദേശീയ ടീം വലിയൊരു പ്രതിസന്ധി കാലത്തൂടെ സഞ്ചരിക്കുന്ന സമയത്തും ബ്രസീലിനകത്തുള്ള ഫുട്ബോൾ ഹെറിറ്റേജ് അതൊരു വല്ലാത്ത സംഗതിയാണ് എന്നുള്ളൊരു റിയാലിറ്റി അല്ലേ? ശരിയാണ്. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ടൊരു ചോദ്യം വരുന്നുണ്ട്, എന്താണ് ബ്രസീലിൽ സംഭവിക്കുന്നത് എന്നുള്ളത് അല്ലേ? അവിടെ നമ്മളിപ്പോൾ ബ്രസീലിയൻ ലീഗിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു രാജ്യമാണല്ലോ. അവിടെ ഈ ബ്രസീലിയൻ സെരിയ പോലത്തെ ഒരു സാധനം വരാൻ തന്നെ കുറച്ച് കാലങ്ങളെടുത്തു. കാരണം വെച്ചാൽ ഓരോ സ്റ്റേറ്റിലും ഓരോ ലീഗ് ചാമ്പ്യൻഷിപ്പും പരിപാടികളൊക്കെ ആയിരുന്നു അവർ തുടക്കകാലത്ത് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ ഒരു വലിയ ലീഗായിട്ട് മാറുകയും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടന്നു. അപ്പോൾ അവിടെ നമ്മൾ ലാറ്റിൻ അമേരിക്കയെ മൊത്തത്തിൽ വീക്ഷിച്ച് കഴിഞ്ഞാൽ ബ്രസീലിയൻ ലീഗാണ് കുറച്ചുകൂടെ ഇങ്ങനെ തലയുയർത്തിക്കൊണ്ട് നിൽക്കുന്നത് നമ്മൾ ബാക്കിയുള്ള ലീഗുകളെ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ ബ്രസീൽ ആണ് ലാറ്റിൻ അമേരിക്കയിലെ യൂറോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഇപ്പോൾ പരാഗ്വേയിലെ പ്ലേയേഴ്സും മെക്സിക്കോയിലെ പ്ലേയേഴ്സും അർജന്റീനയിലെ പ്ലേയേഴ്സും ഒക്കെ ഉറുഗ്വേയിലെ പ്ലേയേഴ്സൊക്കെ ബ്രസീലിയൻ ലീഗിലേക്കാണ് പോകുന്നത്. അവർക്ക് യൂറോപ്പിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി ഫസ്റ്റ് പ്രിഫറൻസ് ചോയ്സ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലേക്ക് പോവുക എന്നുള്ളതാണല്ലോ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അങ്ങോട്ടേക്ക് ടിക്കറ്റ് കിട്ടാത്തടത്തോളം
ഈ ബ്രസീലിയൻ ലീഗിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം വെച്ചാൽ അവർക്ക് കുറച്ചുകൂടെ പൈസയും ആ രീതിയിൽ സാലറിയൊക്കെ ഓഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കമ്പാരിറ്റീവ്ലി യൂറോപ്പിനോളം ഒരിക്കലും അവർക്ക് കിടപിടിക്കാൻ സാധിക്കില്ല. മാത്രമല്ല ഇപ്പോൾ റീസെൻ്റായിട്ട് ചില ചർച്ചകളും കാര്യങ്ങളൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ടർഫിലൊക്കെ കളികളും കാര്യങ്ങളൊക്കെ നടത്തുന്നതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും അതിന് തിയാഗോ സിൽവ പോലെയുള്ള വളരെ മുതിർന്ന താരങ്ങളൊക്കെ അതിനെ വിമർശിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മുടെ പ്രധാനപ്പെട്ട ആ ഒരു അടിവരിട്ട് പറയേണ്ട തരത്തിലുള്ള സംഭവം അവിടെ നടക്കുന്ന ഫുട്ബോൾ തന്നെയാണ്. അവിടെയും പിന്നെ ടാലൻറ്റുകളുടെ ഒരു ഫാക്ടറിയാണെന്നുള്ളത്. ഇപ്പോൾ ബ്രസീലാണെങ്കിലും അർജൻറ്റീന ആണെങ്കിലും ഇപ്പോൾ യൂറോപ്പിലേക്ക് എത്ര പ്ലെയേഴ്സാണ് ഓരോ സീസണിലും അങ്ങോട്ടേക്ക് വരുന്നത് നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ്. ഇപ്പോൾ ചെൽസിയിലേക്ക് എസ്താ വില്യം വരികയാണ്, ഒരു വണ്ടർ കിഡ് എന്ന രീതിയിൽ ലേബിൾ ചെയ്യപ്പെടുന്ന ഒരു പ്ലെയറാണ് നമുക്ക് എല്ലാവർക്കും പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ എല്ലാ സീസണുകളിലും സ്കൗട്ടുകൾക്കായിട്ട് യൂറോപ്യൻ ക്ലബ്ബുകൾ പിന്നെ എറിയുന്ന പൈസ എത്രത്തോളാണെന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്കറിയാം ഇതൊരു പ്രോപ്പർ ഫുട്ബോളിംഗ് മാർക്കറ്റാണ്. അവർക്കറിയാം അവിടെ ടാലൻറ്റുകൾ ഉണ്ടെന്ന്, ടാലൻറ്റ് ഫാക്ടറിയാണ് ബ്രസീലാണെങ്കിലും അർജൻറ്റീനയൊക്കെ ആണെങ്കിലും. പക്ഷേ അങ്ങനെ ആകുമ്പോഴും ഈ ചോദ്യമുണ്ട്, എന്താണ് ബ്രസീലിയൻ നാഷണൽ ടീമിന് സംഭവിക്കുന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. PSG എന്നൊരു പേര് ഫുട്ബോൾ ലോകത്ത് ചർച്ചകളിൽ നിറയാൻ തുടങ്ങിയിട്ട് കുറച്ചായി. പക്ഷേ PSG അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ഫ്രഞ്ച് ലീഗിനെ കുറിച്ച് മലയാളത്തിലൊക്കെ ആരാധകരിങ്ങനെ കണ്ടൻ ലീഗ് എന്നൊക്കെ പറയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. നാസർ അൽ ഖലീഫി അവിടെ ഒരു ഒറ്റയ്ക്കൊരു സാമ്രാജ്യം പണിത് വരുത്തി PSG മാത്രം സാമ്രാജ്യമായി ഫ്രഞ്ച് ലീഗാണ്. പക്ഷേ അതേസമയം തന്നെ അവർക്ക് മെസ്സിയെയും എംബാപ്പയെയും നെയ്ബറിനെയൊക്കെ കൊണ്ടുവന്നിട്ട് സൂപ്പർ താരനിരകളെ അണിനിരത്തി ഫുട്ബോൾ ലോകം കീഴടക്കാം എന്ന് പറയുന്ന ഒരു സമീപനം തന്നെ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ലൂയിസ് എൻട്രിക്കെ വരുന്നത്. രണ്ട് ലൂയിസ്മാരാണ് ശരിക്കും PSG മാറ്റിപ്പെടുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം. ലൂയിസ് കമ്പനി, പിന്നെ ലൂയിസ് കോമ്പസും ലൂയിസ് എൻട്രിക്കയും. പിന്നെ കഴിഞ്ഞ സീസണോടുകൂടി ആരംഭിച്ച ഈ എൻട്രിക്ക യുഗം PSG തുടരുന്നതിൻ്റെ സൂചനയാണ് നമ്മൾ ക്ലബ് ലോകത്ത് പിന്നെ ശത്രുമുഖത്ത് വരുന്ന ടീമുകളെ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്യുന്ന പല മത്സരങ്ങൾ നമ്മൾ സമീപകാലത്ത് തന്നെ കണ്ടു. പ്രത്യേകിച്ച് റയൽ മാഡ്രിഡിനെതിരെയുള്ള മത്സരമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻട്രിക്ക യുഗം PSG തുടരുന്നതിൻ്റെ സൂചന തന്നെയല്ലേ ഇതൊക്കെ? ഇപ്പോൾ കറൻ്റ്ലി ബെസ്റ്റ് ഫുട്ബോളിംഗ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അത് PSG ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വെച്ചാൽ അവർ കളിക്കുന്ന ആ ഫുട്ബോൾ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന തരത്തിലൊരു ഫുട്ബോളാണ്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പൊസഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൊസഷൻ ഉണ്ട്, അവർ ബോൾ കീപ്പ് ചെയ്യും. പക്ഷേ അത് കീപ്പ് ചെയ്യുന്നത് വെറുതെ കീപ്പ് ചെയ്യാനായിട്ടല്ല. അത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഈ ലൂച്ചോ എന്ന് പറയുന്ന ലൂയിസ് എൻട്രിക്കെ എന്ന് പറയുന്ന മാനേജർ തന്നെ, അദ്ദേഹം സ്പെയിനിൻ്റെയൊക്കെ കോച്ചായിരിക്കുന്ന സാഹചര്യത്തിൽ 1000 പാസും ഒറ്റ ഷോട്ടും എന്നുള്ള രീതിയിലുള്ളൊരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ ആളുകളെ ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള ഫുട്ബോൾ, അത് കാണുന്നവർക്കും പ്രശ്നം, കളിക്കുന്നവർക്കും പ്രശ്നം. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് സൈഡ് വേസ് പാസും കാര്യങ്ങൾ, ആ രീതിയിൽ ഓവർ പൊസിഷനും കാര്യങ്ങളൊക്കെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷേ അതിൽ നിന്ന് നമുക്ക് ഈവൻ ലൂച്ചോയുടെ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലൂച്ചോക്കും കൃത്യമായിട്ടും ഈ പിന്നെ പൊസിഷണൽ ഫുട്ബോളും അറിയാം, അതേപോലെ തന്നെ പ്ലേയേഴ്സിന് എങ്ങനെ എപ്പോൾ ഫ്രീഡം കൊടുക്കണം എന്നുള്ളതാണ്. ഫുട്ബോൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ത്രില്ലടിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഒരാൾ ഡ്രിബിൾ ചെയ്ത് പോകുന്നത് കാണാൻ നമുക്കൊക്കെ ഭയങ്കര താല്പര്യമല്ലേ. ആ ബോളുമായിട്ട് ഡ്രിബിൾ ചെയ്തിങ്ങനെ പോകുന്ന സുന്ദരമായിട്ടുള്ള ആ ദൃശ്യം കാണാനാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. ഗോൾ അടിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഡ്രിബിളിങ്, ആ രീതിയിൽ ടേക്ക് ഓണുകൾ നടത്തുന്നതും പിന്നെ ലൈൻ ബ്രേക്കിംഗ് പാസുകൾ കൊടുക്കുന്നതും അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അതാണ് ഫുട്ബോളിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഡിഫെൻഡിങ്, ആ ഒരു ലാസ്റ്റ് ഡിച്ച് ടാക്കിളൊക്കെ നടത്തി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത രീതിയിലൊരു സംഭവമാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുക. അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിനെ ഇടയ്ക്കൊക്കെ എവിടെയൊക്കെയോ വെച്ചിട്ട് ഇങ്ങനെ ഈ സൈഡ് വേസ് പാസിങ്ങുകളും വെറുതെ പൊസിഷൻ കീപ്പ് ചെയ്യുക എന്ന് പറയുന്ന തരത്തിലുള്ളൊരു ബോറിംഗ് ഫിനോമിനിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു. ആ രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ലൂച്ചോ തന്നെ ഇപ്പോൾ ഈ PSG വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു മാറ്റം, അത് ഒരു വല്ലാത്തൊരു മാറ്റം തന്നെയാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ആർക്കിടെക്റ്റുകൾ ലൂച്ചോ മാത്രമല്ല, കോമ്പസുണ്ട്. അപ്പോൾ ഈ കോമ്പസിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആളൊരു മാനേജറൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പണ്ട്. നമ്മുടെ 2000-ൻ്റെ ആ ഒരു മധ്യ കാലഘട്ടത്തിൽ പുള്ളിക്കാരൻ നമ്മുടെ ജോസെ പറയുടെ പോർട്ടനൊക്കെ പരാജയപ്പെടുത്തുള്ള ഒരാളാണ്. ആ രീതിയിലൊക്കെ വലിയ രീതിയിൽ അന്ന് ചർച്ചയൊക്കെ ആയിട്ട് പിന്നീട് ആൾ ആ ഒരു പിന്നെ പ്രൊഫൈലിലേക്ക് പോയില്ല. പകരം എന്നാൽ ടീമുകൾ ഉണ്ടാക്കുന്ന തരത്തിൽ, ബിൽഡ് ചെയ്ത തരത്തിൽ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് മാറുകയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു അഗ്രഗണ്യനാണ്, ജീനിയസാണ് എന്നുള്ളത് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പോൾ PSG ഈ ഒരു വിജയത്തിൽ ലൂച്ചോടൊപ്പം തന്നെ നമ്മൾ സംസാരിക്കേണ്ട തരത്തിലൊരു പേരാണ് കോമ്പസിൻ്റെ പേര്. കാരണം പുള്ളി അതിനു മുമ്പ് ആ മൊണാക്കോ സൈഡിനെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്, ലിൽ എന്ന് പറയുന്ന സൈഡിനെ ബിൽഡ് ചെയ്തിട്ടുള്ള ആളാണ്. ഈ PSG വലിയൊരു തോതിലുള്ള ആ ഒരു അപ്രമാദിത്യം ലീഗണിൽ നടക്കുമ്പോൾ, ഫ്രഞ്ച് ലീഗിൽ നടക്കുമ്പോൾ ഈ മൊണാക്കോയും ലില്ലൊക്കെ ടൈറ്റിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അതിന് ഒരു കോച്ച് മാത്രം വിചാരിച്ചാൽ നടക്കുന്നൊരു പരിപാടിയല്ല. ഒബ്വിയസ്ലി
കോച്ചിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് നമ്മൾ കുറച്ച് കാണില്ല, അത് ശരിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ സ്ക്വാഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള സംഭവമാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ കോമ്പസ് വഹിക്കുന്ന പങ്ക് വളരെ വളരെ വലുതാണ്. അപ്പോൾ ഇപ്പോൾ ഈ PSG സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൺ ദ ബോൾ എന്താണോ എന്നുള്ളതും ഓഫ് ദ ബോൾ എന്താണോ എന്നുള്ളതും കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോഡേൺ ഫുട്ബോൾ എന്നുള്ളത് കൃത്യമായിട്ട് PSG സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ബോളുമായിട്ട് പാഞ്ഞോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, ബോൾ പോയാൽ അത് ആരോ ആയിക്കോട്ടെ, അത് ഏത് തലമൂത്ത ഫോർവേഡ് ആയിക്കോട്ടെ, തിരിച്ച് പിടിക്കാൻ ശ്രമിച്ചോളണം, ട്രാക്ക് ബാക്ക് ചെയ്തോളണം, അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ എന്തായാലും PSG കളിക്കുന്ന ഫുട്ബോൾ ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ അവർക്കൊരു ഇറ സൃഷ്ടിക്കണമെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 2, 3, 4 സീസണുകൾ ചെയ്യേണ്ടി വരും. പക്ഷേ രണ്ടാമത്തെ സീസണിൽ തന്നെ ലൂച്ചോ ട്രബിൾ നേടിക്കൊടുത്തിരിക്കുകയാണ്. ക്വാഡ്രപ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ രീതിയിലുള്ള പരിപാടികൾ നേടിക്കൊടുത്തിരിക്കുകയാണ്. ആദ്യത്തെ ഒരു ഫ്രഞ്ച് സൈഡാണ്. അപ്പോൾ ഇതിൽ തന്നെ നേരത്തെ പറഞ്ഞ ഗലാക്ടിക്കോസ് ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാലും പലതും ശ്രമിച്ചു നോക്കി, സൂപ്പർ കോച്ചുമാർ വന്ന് നോക്കി, പല സൂപ്പർ താരങ്ങളെ കൊണ്ടുവന്ന് നോക്കി. പക്ഷേ എന്താണ്, ഇൻഡിവിജ്വൽസിനേക്കാൾ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ബിഗ് ടൈറ്റിലുകൾ അടിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു മാച്ചുകൾ വിൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു ടീമിനാണ്, ഒത്തടക്കമുള്ള ഒരു ടീമിനാണ് ടൈറ്റിലുകൾ വിൻ ചെയ്യാൻ സാധിക്കുക. മാത്രമല്ല വാർത്താ പ്രിൻസിപ്പിൽ തന്നെ നമ്മൾ ഈ എടുത്ത് കേട്ട വാർത്താനാണത്. സത്യം. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഒരു ടീമാണ് PSG. അവർ പണ്ടൊരു ടീമായിരുന്നില്ല. അവർ ഫൈനലിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. നെയ്മർ എന്ന് പറയുന്ന ജീനിയസിൻ്റെ ഒക്കെ ആ ഒരു കഴിവിൻ്റെ പുറത്തും അതേപോലെ തന്നെ തോമസ് ടുക്കേലും ഒക്കെ ആ മാനേജറിൻ്റെ കീഴിൽ അവർ ഫൈനൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഫൈനൽ കാണുമ്പോൾ അവർക്ക് കിടക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇത്തവണത്തെ ആ ഫൈനൽ എന്തായിരുന്നു, ഇന്റർ മിലാൻ്റെ പരിപ്പടക്കില്ലേ, ഫൈനലിലൊക്കെ ഒരു 5-0 എന്നൊക്കെ വരാനുള്ള പ്രതീക്ഷിക്കുന്നൊരു സാധനമല്ലോ. പിന്നെ അത് പറയുന്ന സമയത്ത് നമ്മൾ ഈ സ്ക്വാഡിനെ കുറിച്ച് കൂടി നമ്മൾ ശരിക്കും ഈ സൂപ്പർ താരനിരകളെ അവതരിപ്പിച്ച് ഇവരൊരു കാലത്ത് പണിയാൻ ശ്രമിച്ച സാമ്രാജ്യം പൊളിഞ്ഞു വന്നപ്പോൾ നാസർ അൽ ഖലീഫയ്ക്ക് ഏത് സമയത്താണ് ലൂയിസ് എൻറിക്കയെ കൊണ്ടുവരാൻ തോന്നിയത് എന്നതൊരു ചർച്ചയാണ്. അതേസമയം തന്നെ ഇപ്പം നിലവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ ഡെംബലെ മാത്രമാണ് ശരിക്കും നമ്മളൊരു സൂപ്പർ താര വേരിയേഷൻ കൊടുക്കാൻ പറ്റിയ സാധനം. ബാക്കി എല്ലാം യങ് ബ്ലഡുകൾ. ഇപ്പോൾ അവരുടെ മിഡ്ഫീൽഡ് ജനറേഷന് വെറുതെ നിങ്ങൾ നോക്കുക, അവരാണ് ശരിക്കും കളിയുടെ ടെമ്പോയെ നിർണ്ണയിക്കുന്നത്. നമുക്ക് പല കളികളും കാണിച്ചപ്പോൾ റയൽ മാഡ്രിഡിലുള്ള മത്സരമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ജാവനേഴ്സും ഫാബിയാൻ റോയിസും പിന്നെ വിറ്റിനിയും പിന്നെ അപ്പുറത്ത് ന്യൂനോ മെൻഡസിൻ്റെ ഒരു സാധനം. പിന്നെ അവരുടെ റയലിനെതിരെയുള്ള മത്സരത്തിലൊക്കെ പല മത്സരങ്ങളിലും ക്ലബ് ലോകത്തിലെ പല മത്സരങ്ങളിലും അത് ആ സ്കോറിൽ നിൽക്കേണ്ടതല്ലായിരുന്നു എന്ന് പറയുകയും ലൂയിസ് എൻറിക്കെ ഫ്രണ്ട് ത്രീയെ പെട്ടെന്ന് മുഴുവനായിട്ട് വലിക്കുകയൊക്കെ ചെയ്യുന്ന പല പിന്നെ സന്ദർഭങ്ങളും നമ്മൾ കണ്ടിരുന്നു. അവരുടെ സ്ക്വാഡ് ഡെപ്ത് പിന്നെ ഇനിയും അത്ര യങ് ബ്ലഡുകളാണ്. 20, 26, 25 വയസ്സുള്ള പ്രായത്തിലാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഇനിയും കുറേ കാലം കൂടെ അവർക്ക് പിന്നെ PSG പിന്നെ ഈ യുഗത്തെ നയിക്കാൻ സാധിക്കും എന്നുള്ള റിയാലിറ്റിയാണ്. അതെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അതോടൊപ്പം തന്നെ അതിൽ എക്സ്പീരിയൻസിൻ്റെ ഒരു ബ്ലെൻഡ് കൂടി ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ ഡെംബേലയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ പുള്ളി അദ്ദേഹത്തിൻ്റെ പീക്കിൽ ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ്. ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കീനിയോസ്, അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഒരുപാട് എറേഴ്സും കാര്യങ്ങളും ഞാൻ തന്നെ എൻ്റെ ചാനലിൽ നിന്നിട്ട് അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. ചില ആളുകൾ അതിനെ ചോദ്യം ചെയ്യാറുണ്ട്. പക്ഷേ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു പ്ലെയറിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് മാർക്കീനിയോസ് അദ്ദേഹത്തിൻ്റെ ഗെയിം റേസ് ചെയ്തിട്ടുണ്ട്. അത് ബ്രസീലിൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഹക്കീമി റയൽ മാഡ്രിഡിൽ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ നിന്നാണ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 27 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയി ഈ ഒരു സീസണിൽ. ഈ ക്ലബ് വേൾഡ് കപ്പിലെയും ഇതിലെയും എല്ലാം കൂടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് എക്സെപ്ഷണൽ നമ്പറാണ്, ഒരു രക്ഷയില്ലാത്ത നമ്പറാണ്. എടുത്തു പറയേണ്ട പേരാണ് ന്യൂനോ മെൻഡസ്. അതെ, അത് എന്ന് പറഞ്ഞാൽ ഈ പോക്കറ്റിലാക്കുക എന്നൊക്കെ പറയുന്ന നമ്മുടെ പ്രയോഗം കഴിഞ്ഞ സീസണിൽ നമ്മൾ സലായിലെ കണ്ട് ബുക്കായോ സാക്ക നാഷണൽ ലീഗിലേക്ക് വരുന്ന സമയത്ത് ലമീൻ യമാലിനൊക്കെ പോക്കറ്റിലിട്ടേക്കായിരുന്നു. ഇപ്പോൾ ന്യൂനോ മെൻഡസ്, പോർച്ചുഗൽ 3 വിറ്റിഞ്ഞ ന്യൂനോ മെൻഡസ്, ജാവനേവസ്, ഒരു വല്ലാത്തൊരു കോമ്പിനേഷനാണ്. അതായത് നമ്മൾ ആ PSG സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഫുൾ ബാക്ക് വിങ്ങർ ആ ഒരു കോമ്പിനേഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. അതായത് ഇനിയിപ്പോൾ ന്യൂനോ മെൻഡസോ ഹക്കീമിയോ പറന്ന് പോവാണ് വിങ്ങിലൂടെ, ഫുൾ ബാക്കുകളാണ് പറന്ന് പോകുന്ന സാഹചര്യത്തിൽ അവരുടെ അടുത്ത് ബോൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചോ, ആരാണ് ട്രാക്ക് ബാക്ക് ചെയ്യുന്നത്? ആരാണ് താഴോട്ട് വന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്? വിങ്ങർമാരാണ്. വരട്സ്കേലിയും ഡെസീരി ഡുവയും ഡെംബേലയും വരട്സ്കേലിയും ബാർക്കോളയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ ബോൾ മാജിക് കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ രീതിയിലുള്ള പ്ലേയേഴ്സാണ്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഈഗോ ഇല്ല. അവിടെ ടീമാണ് പ്രാധാന്യം. അവിടെ ടീമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. ആ വാക്ക് തന്നെയാണ് ടീം. ആ രീതിയിലാണ് ലൂച്ചോ അതിനെ മാറ്റി മറിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ വന്നിട്ടാണ് ട്രാക്ക് ബാക്ക് ചെയ്യുന്നത്. ഇതിൽ തന്നെ ന്യൂനോ മെൻഡസ് എന്നൊക്കെ പറഞ്ഞാൽ നിലവിലത്തെ ബെസ്റ്റ് പ്ലെയർമാർ ആരാണെന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് ബാക്കിൻ്റെ പേര് പറയേണ്ടി വരും എന്നുള്ളതാണ്.
ആ രീതിയിലാണ് ബാലൻഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ടോക്കൊക്കെ നടക്കുന്ന സമയത്ത് പവർ റാങ്കിങ്ങിൽ നമുക്ക് നുനോ മെൻഡസിന്റെ പേര് എവിടെ വെക്കണം എന്നുള്ള ചർച്ചകൾ അവിടെ ഉണ്ട്. നമുക്ക് അതിലേക്ക് വരാം. പിന്നെ അപ്പോൾ നമ്മൾ PSG ടോക്ക് അവിടെ നിർത്തുകയാണ്. പിന്നെ ഇത് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ക്ലബ് ലോകകപ്പിൽ ആ പരാജയത്തിന് ശേഷം സാബി അലോൺസോ ഭയങ്കര ചർച്ചയാണ് ഫുട്ബോൾ ലോകത്ത്. ക്ലബ് ലോകകപ്പിന് 10 ദിവസം മുമ്പാണ് സാബി അലോൺസോ റയലിൻ്റെ ചുമതലയിൽ വരുന്നത്. കഴിഞ്ഞ വർഷം പിന്നെ ആഞ്ചലോട്ടിക്ക് കഴിയാതെ പോയത് സാബി അലോൺസോക്ക് കഴിയുമോ എന്നൊരു ചോദ്യം ആ സമയത്ത് എന്നോട് പിന്നെ ഉയരുന്നുണ്ട്. മൊത്തത്തിൽ ഫോർമേഷൻ പൊളിക്കുക, പിന്നെ ടീമിൽ അന്നുണ്ടായിരുന്ന ഡിഫൻസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയിട്ട് ഒരുപാട് ടാസ്കുകൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. ക്ലബ് ലോകകപ്പ് തുടങ്ങുന്ന സമയത്ത് പിന്നെ നമ്മൾ റയലിൽ ഒരു പുതിയ യുഗം ആരംഭിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു PSG അങ്ങ് ഔട്ട് ക്ലാസ് ചെയ്ത് കളയുന്നത് എന്നുള്ളതാണ്. പഴയ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻഡർമാരാണ് പിഴവുകൾ വരുത്തുന്നത് എന്നുള്ളതാണ്. റൗൾ അസെൻസിയോയെ കുറിച്ചൊക്കെ നമ്മൾ റാമോസ് 2.0 എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന ആളാണ് ആദ്യ മിനിറ്റുകളിൽ തന്നെ. പിന്നെ റുഡിഗറാണ് രണ്ടാമത്തെ പിഴവ് വരുത്തുന്നത്. ആ പിഴവിൽ തന്നെ ആ കളി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാത്ത പ്രശ്നമുണ്ട്. അതേസമയം തന്നെ പിന്നെ സാബി അലോൺസോ പറയുന്നുണ്ട് പിന്നെ കഴിഞ്ഞ സീസണിൻ്റെ അവസാനമാണിത് എന്നാലോചിക്കേണ്ടത്, ഒരു പുതിയ സീസണിൻ്റെ തുടക്കമൊന്നുമില്ല. സാബിയിൽ എങ്ങനെ പ്രതീക്ഷ വെക്കാൻ സാധിക്കും റയൽ മാഡ്രിഡ് ഫാൻസിന്? നമുക്ക് ലൂച്ചോ പറഞ്ഞ വാചകങ്ങൾ തന്നെ തുടങ്ങാം. കാരണം വെച്ചാൽ കൃത്യമായിട്ടും ലൂയിസ് എൻട്രിക്കെ മത്സരത്തിന് ശബ്ദത്തിനോട് ചോദിച്ചു സമയം കൊടുക്കണം. കാരണം ഇത് ലൂയിസ് എൻട്രിക്കയുടെ PSG ഈ രീതിയിൽ കളിക്കുന്നത് സെക്കൻഡ് സീസണിലാണ്. പക്ഷേ ലൂയിസ് എൻട്രിക്ക് ആ ഒരു പെഡിഗ്രി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സമയം അദ്ദേഹത്തിന് ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം അദ്ദേഹത്തിന് കൊടുക്കാം. അതേപോലെ ഷാബി ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ ബുണ്ടസ് ലീഗ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ ചരിത്രത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമ്പയിൻസ് ആണ്. ആ രീതിയിൽ പിന്നെ ബാലവേക്കിസിന് വേണ്ടി ചെയ്തിട്ടുള്ള സംഭവം. അപ്പോൾ ഇവിടെ റയൽ മാഡ്രിഡ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം പേഷ്യൻസ്, ക്ഷമ വേണം. കാരണം ഇത് അത്ര എളുപ്പത്തിൽ നടക്കുന്നൊരു സംഭവമല്ല. കാരണം വെച്ചാൽ കംപ്ലീറ്റ്ലി ഒരു ഐഡിയോളജിക്കൽ ചേഞ്ചാണ് വരുത്താൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഫിലോസഫിയിൽ കംപ്ലീറ്റ്ലി മാറ്റം കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹം വന്നിട്ടേ ഉള്ളൂ, 4, 5, 6 മത്സരങ്ങളെ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ക്ലബ് വേൾഡ് കപ്പാണ്, ശരിയാണ്, ഹ്യൂമിലിയേഷൻ നേരിട്ടു. കുറേ ഹ്യൂമിലിയേഷനുകൾ കഴിഞ്ഞ സീസണിൽ നേരിട്ടതാണ്. എൽ ക്ലാസിക്കോളാണെങ്കിലും ആ രീതിയിലൊക്കെ ഹ്യൂമിലിയേഷനുകൾ നേരിട്ടിട്ടുണ്ട് റയൽ മാഡ്രിഡ്. പക്ഷേ ഷാബി അലോൺസോ എന്ന് പറയുന്ന ആ ഒരു കോച്ചിന് സമയം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. കാരണം റയൽ മാഡ്രിഡാണ്, നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അവരൊരു ചാമ്പ്യൻസ് ലീഗ് അടിച്ചു കളയുക. അങ്ങനത്തെ ഒരു ക്ലബ്ബാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ. അപ്പോൾ അവിടെ ഒബ്വിയസ്ലി കീറി മുറിക്കളികൾ നടത്തേണ്ടതായിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ട്രാൻസ്ഫറുകളും കാര്യങ്ങളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ട്രെൻഡിനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫാന്റാസ്റ്റിക് സൈനിങ് ആണ് ഓൺ ദ ബോൾ. പക്ഷേ ഓഫ് ദ ബോൾ എന്താകും എന്നുള്ളതാണ്. അപ്പോൾ ഈ മോഡേൺ ഫുട്ബോളിലെ ഈ ഓഫ് ദ ബോൾ എന്ന് പറയുന്ന ഈ ഒരു സംഭവം അത് എങ്ങനെ ഷാബി അലോൺസോയ്ക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവിടെയുള്ള സൂപ്പർ സ്റ്റാറുകൾ PSG ഉള്ളത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈഗോ ഇല്ലാണ്ട് എല്ലാവരും ടീമിനായിട്ട് പ്രവർത്തിക്കുകയാണ്, വർക്ക് റേറ്റ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ആ വർക്ക് റേറ്റ് എന്ന് പറഞ്ഞ സാധനമായിരിക്കും ആദ്യം ഷാബി അലോൺസോയ്ക്ക്. ഇത് പറയുന്ന സമയത്ത് തന്നെ ഇപ്പൊ സാബി ബാലവക്കൂസിൽ നടത്തിയ ഒരു റെവല്യൂഷൻ ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഈ ബിൽഡപ്പ് പ്ലേ എന്നൊക്കെ പറയുന്ന ഒരു സാധനം. അപ്പൊ സാബിയുടെ സിസ്റ്റത്തിൽ കളിക്കാൻ പറ്റിയ കുറെ കളിക്കാരുണ്ട് അവിടെ. ഗ്രിമാൾഡോ, സാക്ക, പിന്നെ ബൊനിഫൈസ്, അങ്ങനെ തുടങ്ങിയിട്ട് ആ സിസ്റ്റത്തിനോട് ചേർന്ന് വന്ന കുറെ താരങ്ങളുണ്ട്. അപ്പോൾ അതിലിപ്പോൾ ബോൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഫോർവേഡുകൾ പിന്നിലേക്ക് ഇറങ്ങി വന്ന് ബോൾ പിന്നെ ടേക്ക് ചെയ്യാൻ നോക്കുക. ഇത് റയലിൽ എത്ര കണ്ട് സാധ്യമാകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതാണ്, അത് വലിയൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ ബാലവേക്കിസിൽ ചെങ്ങയുടെ സാധനങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ അവിടെ ഷാബിയാണ് മെയിൻ. ഇവിടെയും ഷാബി മെയിൻ ആവാൻ ശ്രമിക്കുകയാണ്. കാരണം വെച്ചാൽ ഇവിടെ ഒരു സീനിയോറിറ്റി നോക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ മുൻപ് നേടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കരുത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിലോസഫി ഇംപ്ലിമെൻറ്റ് ചെയ്യൽ പരിപാടി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം വെച്ചാൽ എന്താണോ ഫിലോസഫി അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ അവിടെ ചില ഹാർഷായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഒക്കെ എടുക്കേണ്ടി വരും. അത് എടുക്കാൻ പോകുന്ന തരത്തിലൊരാളാണ് ഷാബി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ആ രീതിയിൽ ഒരു വലിയ സ്റ്റേച്ചറുള്ളൊരു പ്ലെയറാണ്. ഒരു പ്ലെയർ എന്ന സാഹചര്യത്തിൽ ആ രീതിയിൽ ഹ്യൂജ്ലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഷാബി അലോൺസോ. കോച്ച് എന്ന രീതിയിലും ഓൾറെഡി മോശമില്ലാത്ത രീതിയിൽ അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ബിഗ് ജോബാണ് ഷാബിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ബിൽഡപ്പ് പ്ലേയിലൊക്കെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സൈനിങ് ആണ് ഇപ്പോൾ അവർ, അല്ലെങ്കിൽ 1-2 സൈനിങ്ങാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഹൗസൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യങ് ഫുട്ബോളറാണ്. മസ്തൻതുനോ എത്രത്തോളം അദ്ദേഹത്തിന് ചാൻസ് കിട്ടും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ്. പക്ഷേ ഒരു വണ്ടർ കിഡാണ്. പക്ഷേ ഈ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നതിൽ ഡിഫൻസ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ട്രെൻഡ് ഉപകരിക്കും, ബാക്കിയുള്ളവർ ട്രെൻഡ് ഉപകരിക്കും, ഹൗസിന് ഉപകരിക്കും. ഹൗസിൻ്റെ ഒക്കെ
ഡയഗണൽ ബോളുകൾ കൊടുക്കുന്ന എബിലിറ്റി, ലൈൻ ബ്രേക്കിംഗ് പാസുകൾ കൊടുക്കുന്ന എബിലിറ്റി, അതൊക്കെ ഓൾറെഡി പ്രീമിയർ ലീഗിൽ തന്നെ ബോൺമൗത്തിൽ കളിക്കുമ്പോൾ നമ്മൾ കണ്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആളെന്തായാലും സ്കിൽഡായിട്ട് പെർഫോം ചെയ്യും. പക്ഷേ എത്രത്തോളം ബാക്കിയുള്ളവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ആ മിഡ്ഫീൽഡിലൊരു ബാലൻസ്, ഈ ടോണി ക്രോസിനൊക്കെ ശേഷം ആ ബാലൻസ് റയൽ മാഡ്രിഡ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൂക്കിറ്റയും പോവാണ്, ലൂക്ക മോഡ്രിച്ചും പോവാണ്. അപ്പോൾ ഇനി ആര് എന്നുള്ളതാണ്. അപ്പോൾ ചെമീനിയും ജൂഡും ശ്രമിച്ചിരുന്നു. അതെ, പക്ഷേ അത് ഇനിയും സമയമുണ്ട്. ആരെ കൊണ്ടുവരുന്നത് നമുക്കറിയില്ല. കാരണം വെച്ചാൽ റയൽ മാഡ്രിഡ് വിളിച്ചാൽ പലർക്കും ചിലപ്പോൾ അതിൽ ഡിനൈ ചെയ്തവരുണ്ട്. പക്ഷേ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഡിനൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും. പക്ഷേ മിഡ്ഫീൽഡിൽ ഒരു ബാലൻസ് വേണം. അറ്റാക്കിൽ ഈ പറഞ്ഞ പോലെ ആ ഈഗോയും സാധനങ്ങളൊക്കെ മാറ്റി വരച്ചുകൊണ്ട് ടീമിനായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സിനാരിയോ ഉണ്ട്. അതാണ്. ഇതിനൊപ്പം തന്നെ നമുക്ക് റയലിനെ കുറിച്ച് പറയുമ്പോൾ വാഴ്സയെ കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ലല്ലോ. പിന്നെ കഴിഞ്ഞ സീസൺ ഒരു വണ്ടർ സീസൺ, ചാമ്പ്യൻസ് ലീഗ് നേടാൻ കഴിഞ്ഞില്ല എന്നതൊഴിച്ച് നിർത്തിയാൽ ഹാൻസി ഫ്ലിക്ക് സൃഷ്ടിച്ചൊരു അത്ഭുതം, റെവല്യൂഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു സീസണ് ശേഷം പിന്നെ അവരടുത്ത പോരിനിറങ്ങാൻ പോകുന്നു, അടുത്ത സീസണിന് വേണ്ടി ഇറങ്ങാൻ പോകുന്നു. ഇതിൽ നമ്മൾ ആദ്യം കാണുക കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡിന് ബാഴ്സയ്ക്ക് മുന്നിൽ പിന്നെ നിൽക്കാൻ പറ്റിയിട്ടുള്ള എന്നുള്ള സാധനം. അപ്പോൾ ആഞ്ചലോട്ടി ഫ്ലിക്ക് പോർ അവസാനിക്കുന്നതിന് സാബി ഫ്ലിക്ക് പോരിലേക്ക് നമ്മൾ പോകുന്നു. റയൽ സീസണിലാണെങ്കിൽ അവർ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി കുറേ സൈനിങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ബാഴ്സ കഴിഞ്ഞ സീസണിലെ പോലെ തന്നെയാണ് റെക്കോർഡ് ഉള്ളത്. നിക്കോ വില്യംസ് അവസാനം വരുന്നു പറയുന്നത് നിക്കോ തേച്ചിട്ട് പോകുന്നു. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ ഇതുപോലെ തന്നെയായിരുന്നു. ആകെ ഒൽമോയും പോവക്ടറും മാത്രമാണ് നടക്കുന്നത്. പക്ഷേ അവർ അവിടെ റെവല്യൂഷൻ സൃഷ്ടിച്ചിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഫ്ലിക്കിനെ സംബന്ധിച്ച് ട്രാൻസ്ഫറുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ മൂപ്പർക്ക് വലിയ പ്രശ്നമായിക്കൊള്ളുന്നില്ല. അടുത്ത സീസണിലെ എൽ ക്ലാസിക്കോയെ കുറിച്ച് പറയാൻ ശ്രമിച്ചാൽ, എൽ ക്ലാസിക്കോ നമ്മളെല്ലാവരും ഇനിയിപ്പോൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളതിനായിട്ട് കാത്തിരിക്കാറുണ്ടല്ലേ, അത് എപ്പോഴാണെങ്കിലും കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും എന്തായാലും ഉറ്റുനോക്കും. പക്ഷേ കഴിഞ്ഞ സീസണിലെ എൽ ക്ലാസിക്കോയെ കുറിച്ച് റയൽ മാഡ്രിഡ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല സുഖമുള്ള ഓർമ്മകളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നേരെ മറിച്ച് ബാഴ്സലോണ ഫാൻസ് സംബന്ധിച്ചിടത്തോളം അവർ വല്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്തിട്ടുള്ളൊരു സീസണാണ്. അവരുടെ ആ ഒരു ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ എക്സെപ്ഷണൽ ക്യാമ്പയിൻ ആയിരുന്നു, ഒരു രക്ഷയില്ലാത്തൊരു ക്യാമ്പയിൻ ആയിരുന്നു. അപ്പോൾ അതിന് പൂർണ്ണമായിട്ട് ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ആ ചങ്ങായിക്ക് തന്നെയാണ്. പിന്നെ ഒപ്പം ലാമാസി അദ്ദേഹം യൂട്ടിലൈസ് ചെയ്ത രീതി നമുക്കറിയാം. അവർക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വലിക്കാൻ ലിവറില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോഴും അത് തന്നെ പിന്നെ പ്രശ്നമായത് ഇപ്പോൾ ഈ നിക്കോ വില്യംസിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം വെച്ചാൽ നിക്കോ വില്യംസിൻ്റെ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ നമുക്ക് അവസാനം വായിക്കാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് ബാഴ്സലോണയോട് പറഞ്ഞിട്ടുള്ള റിട്ടേൺ സാധനം വേണം പ്ലേയേഴ്സിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുള്ളത്. നിങ്ങൾ റിലീസ് ക്ലോസും കാര്യങ്ങളൊക്കെ പേ ചെയ്തോ, പക്ഷേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുള്ള റിട്ടേൺ കാര്യത്തിൽ അവർക്ക് സംഭവിച്ചതിനെ കുറിച്ച് ആശങ്കയുണ്ട് ഇപ്പോൾ. അതെ, അതാണ്. അപ്പോൾ ബാഴ്സ എന്ന് പറയുന്ന ഒരു ജയൻറ്റ് ഫുട്ബോളിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, ബാർത്തമേവിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. ആ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റിൻ്റെ അയ്യൊരു കളി അവിടെ സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മാത്രമല്ല കുറച്ച് സ്ട്രിക്റ്റ് ആണ് ലാ ലീഗ ഇത്തരത്തിലുള്ള FFPയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ബാഴ്സലോണ ഫാൻസ് വിചാരിക്കുന്നത് എന്തിനാണ് നമ്മുടെ ക്ലബ്ബിന് മാത്രം എന്നുള്ളത്. അതൊന്ന് ഈ ബാർത്തമയുടെ കാലം ഒന്ന് നോക്കിയാൽ മതി, എത്രത്തോളം ഡാമേജ് ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടെന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു രീതിയിലുള്ള സംഭവങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിക്കോ വില്യംസ് തേച്ചതിൽ വേറെയും തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് വേറെ കാര്യം. ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് എന്ന് പറയുമ്പോഴും ചിലപ്പോൾ പലരും പറയുന്നത് അദ്ദേഹം പിന്നെ അവിടെ ഒരു പുതിയ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ ഒരു നല്ല പൈസ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ബാഴ്സയെ യൂസ് ചെയ്താകാവുന്നതാണ്. പക്ഷേ ബാഴ്സയെ സംബന്ധിച്ചോളം അവിടെ എന്തോ ആയിക്കോട്ടെ, നീക്കോയുടെ ഭാഗത്ത് നിന്ന് എന്തോ സംഭവിച്ചോട്ടെ, നമ്മൾ നീക്കോയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ലോയൽറ്റിയെക്കുറിച്ചൊക്കെ ചർച്ചകളും അത് ശരിയാണോ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ബാഴ്സയെ പോലുള്ള ഒരു ക്ലബിനെ സംബന്ധിച്ചോളം ഇതൊരു എംബാരസ്മെൻ്റാണ്. തുടർച്ചയായി 2 സീസണുകളിൽ ക്രൈഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ ആരാധകർക്ക് സമാധാനത്തിന് വേണ്ടിയിട്ട് പറയാൻ പറ്റും. പക്ഷേ ബാക്ക് ടു ബാക്ക് സീസണുകളിൽ ആ പ്ലെയറിനെ വാങ്ങാനായിട്ട് പോകുന്നതും അത് നടക്കാതെ സംഭവിക്കുന്നതും അത് ബാഴ്സലോണ പോലെയുള്ള ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അതൊരു എംബാരസ്മെൻ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു എംബാരസ്മെൻറ്റ് നേരിട്ടിട്ടുണ്ട് ബാഴ്സലോണ. പക്ഷേ ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ഒരു മാനേജർ അവിടെ ഉള്ളതും ലാമാസിയ അവിടെ ഉള്ളതും ബാഴ്സലോണ സംബന്ധിച്ചോളം അവരുടെ ഒരു മേജർ സ്ട്രെങ്ത്താണ്. അപ്പോൾ കഴിഞ്ഞ സീസൺ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഒരു ബാഴ്സലോണ ഫാൻ അല്ലെങ്കിൽ കൂടിയും ഒരു റയൽ മാഡ്രിഡ് ഫാൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്നാൽ പോലും ഒരു ന്യൂട്രൽ എന്നുള്ള രീതിയിൽ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഫുട്ബോളാണ് ഹാൻസി ഫ്ലിക്കിൻ്റെ ടീം കളിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ PSG കാര്യം പറഞ്ഞ പോലെ തന്നെ ആ രീതിയിൽ തന്നെ നല്ല രസമുള്ള ഫുട്ബോൾ, കണ്ണിന് കുളിർമേകുന്ന തരത്തിലുള്ള ഫുട്ബോൾ. ലമീൻ യമാലാണെങ്കിലും അതുകൊണ്ടൊക്കെ തന്നെയാണ് ലമീൻ യമാലിനൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ലിവർപൂൾ പോയതോടുകൂടി ഇനി ഞങ്ങൾക്ക് ചാമ്പ്യൻസ് ലീഗിൽ ഒരു എതിരാളികളെയും ഭയമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങ് പോയത്. ഭയങ്കര കോൺഫിഡൻസ് കൂടിയായിരുന്നു അവർക്ക് എന്നുള്ളൊരു സാധനമാണ്.